മകളുടെ മൊഴിമാറ്റത്തിന് പിന്നിൽ പ്രതിയുടെ വീട്ടുകാരുടെ സമ്മർദ്ദമെന്ന വധുവിന്റെ അച്ഛൻ. ഭർത്താവിന്റെ ബന്ധുക്കളുടെ കസ്റ്റഡിയിലാണ് മകൾ. മകളെ കാണാനില്ലെന്ന് അറിഞ്ഞത് ഇന്നലെയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഉള്ള പ്രതികരണം അങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതോ ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ട് പറഞ്ഞതായിരിക്കും എന്നാണ്. അല്ലാതെ അവൾ അങ്ങനെ മാറ്റേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ 12-ാം തീയതി ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളുടെ ഈ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഞങ്ങൾ 26 പേരാണ് അന്ന് അവിടെ പോയത്. അതിൽ 6-7 കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും മുതിർന്നവരാണ്. അവരിത് കണ്ട് ഈ നെറ്റിയിലെ മുഴ, കഴുത്തിലെ പാടുകൾ, മൂക്കിൽ നിന്ന് രക്തം വാണതിൻ്റെ അടയാളങ്ങൾ, ചെവിയിൽ രക്തത്തിൻ്റെ പാടുകൾ, ഇതെല്ലാം നേരിട്ട് കണ്ടതാണ്. അപ്പോൾ ആദ്യം അവൾ പറഞ്ഞത് ബാത്റൂമിൽ വീണതാണ് എന്നാണ്. പിന്നീട് ഞങ്ങൾക്കപ്പോൾ തന്നെ സംശയം ഉണ്ടായി. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീണ്ടും എടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഈ കാര്യങ്ങൾ മുഴുവനും മർദ്ദിച്ചതാണ് എന്നുള്ളത്. അത് ഞങ്ങൾ നേരിട്ട് കണ്ട് അവൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പരാതി കൊടുക്കുന്നത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ നവവധു ഇന്നലെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതി എന്നാരോപിക്കപ്പെടുന്ന രാഹുൽ തെറ്റുകാരനല്ല, നിരപരാധിയാണ്, ബാഹ്യ സമ്മർദ്ദമാണ്, ബന്ധുക്കളുടെ അടക്കം സമ്മർദ്ദമാണ് അത്തരത്തിലുള്ള ഒരു പരാതി നൽകാനും അത്തരത്തിലുള്ള ഒരു മൊഴി നൽകാനും ഇടവരുത്തിയത് എന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നടത്തിയിരുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ജനം ടിവിയോട് നവവധുവിൻ്റെ പിതാവ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചത്. ബാഹ്യ സമ്മർദ്ദമാണ് പ്രതിയായ അല്ലെങ്കിൽ ഭർത്താവായ രാഹുലിൻ്റെ വീട്ടുകാരുടെയും രാഹുലിൻ്റെയും സമ്മർദ്ദമാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴിമാറ്റത്തിന് പിന്നിൽ, ഇത്തരത്തിലുള്ള പുതിയ ഒരു വിശദീകരണവുമായി രംഗത്ത് വരാൻ, ആ ഒരു വീഡിയോയുമായി രംഗത്ത് വരാൻ കാരണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വീട്ടുകാരുടെ, ഈ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിലാണ് മകളുള്ളത്. മകൾ സ്ഥലത്തില്ല എന്നറിഞ്ഞത് തന്നെ ഇന്നലെയാണ് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കേസ് നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് ഇന്നലെ തന്നെ കടന്നിരുന്നു. ഈ വധുവിൻ്റെ വെളിപ്പെടുത്തലോടെ കേസിൻ്റെ തുടർ നീക്കങ്ങൾ, തുടർ നടപടിക്രമങ്ങൾ ഏത് തരത്തിലാകണം എന്നത് അന്വേഷണ സംഘത്തിന് ഇപ്പോഴും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോകാൻ കഴിയുക എന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങളടക്കം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ബന്ധുക്കളെയും വീട്ടുകാരെയും കൂടുതൽ വീട്ടിലാക്കിയിരിക്കുകയാണ്. ഈ ഒരു വെളിപ്പെടുത്തൽ, ഈ ഒരു സാഹചര്യത്തിലാണ് അച്ഛൻ, പിതാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സുധീഷ് ഗോപാൽ ചിരിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുധീഷ്, ഈ മൊഴിമാറ്റത്തിന് പിന്നിൽ ബാഹ്യ സമ്മർദ്ദമാണ് എന്നാണ് പിതാവ് അല്പസമയം മുമ്പ് ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് വിശദീകരിച്ചത്? കെ.പി. സുരേഷ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നത് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിൻ്റെയും പേരിലല്ല ആദ്യ സമയത്ത് പോലീസിൽ പരാതി നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകുന്നതുമെല്ലാം തന്നെ രഹസ്യ മൊഴി കോടതിയിലും നൽകിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ എന്തോ ബാഹ്യ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ മൊഴി മാറ്റിയിരിക്കുന്നത്. ഈ നിലപാട് തുടർന്നാൽ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ച് ബന്ധുക്കളുമായെല്ലാം ആലോചിച്ച് തീരുമാനിക്കും. 2 ദിവസം മുമ്പ് വരെ ഫോണിൽ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകി. പോലീസ് മൊബൈൽ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ച് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ സഹകരണവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നതാണ് പിതാവ് പറയുന്നത്. എന്നാൽ മകൾ ഇപ്പോൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഇത്തരത്തിൽ നേരത്തെ അന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ 26 പേരുണ്ടായിരുന്നു. അതിൽ ഏതാനും കുട്ടികൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ മുതിർന്നവരായിരുന്നു. അവരെല്ലാം തന്നെ കണ്ടതാണ്. ആദ്യം ബാത്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇത്തരം എങ്ങനെയാണ് സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുന്നത്. പെൺകുട്ടി പറഞ്ഞു തന്നെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകുന്നത്. അത്തരത്തിൽ പരാതി നൽകുമ്പോൾ വൈദ്യ പരിശോധന നടത്തിയിരുന്നു. 3 ഡോക്ടർമാർ പരിശോധിച്ചു. ആ ഡോക്ടർമാരുടെ പരിശോധനയിലും ഇത് അത്തരത്തിൽ ഒരു മർദ്ദനമേറ്റതാണ് എന്നത് ബോധ്യപ്പെടുകയും ചെയ്തതാണ്. പിന്നീട് ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറ്റിപ്പറയുന്നു എന്നത് സംബന്ധിച്ച ദുരൂഹത നിലനിൽക്കുകയാണ്. അത് പെൺകുട്ടി സ്വയമേ പറയുന്നതല്ല എന്നത് തന്നെയാണ് ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുതൽ. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിൽ മിസ്സിങ്ങിന് പരാതി നൽകിയതെന്നും
അദ്ദേഹം വ്യക്തമാക്കുന്നു. KP സുരേഷ്. സുരേഷ്, അതായത് ഈ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇപ്പോൾ ഈ മൊഴി മാറ്റിയ ഒരു സാഹചര്യത്തിൽ അവർ കൂടി കുരുക്കിലായ ഒരു സാഹചര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് അവരെന്താണ് പറയുന്നത്? KP സുരേഷ്, ഇവർ ഒരു തരത്തിലും കുരുക്കിലാകുന്നില്ല. പെൺകുട്ടി പറഞ്ഞ അറിവുകളുടെ അടിസ്ഥാനത്തിലും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പരാതി നൽകിയത്. എന്നാൽ ആ മൊഴി മാറ്റിയാൽ പോലും ഇത് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പറഞ്ഞതായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യ മൊഴി നൽകിയതാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേസ് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിയമപരമായി അന്വേഷിക്കുമ്പോൾ തന്നെ പ്രതികൾക്ക് ഇത്തരത്തിൽ പെൺകുട്ടിയുടെ മൊഴി മാറിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാം. എന്നാൽ പോലും രഹസ്യമൊഴി നൽകിയതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോകും എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും പറയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലും ഇപ്പോൾ പെൺകുട്ടി മൊഴി മാറ്റിയിരിക്കുന്നു, മറ്റ് ബാഹ്യ സമ്മർദ്ദത്തിലെയോ ഭീഷണിയുടെയോ കൊണ്ടാകാം എന്നതാണ് പിതാവിൻ്റെ ഒരു പ്രതീക്ഷ. പെൺകുട്ടി ഇതേ നിലപാട് ഉറച്ചു നിന്നാൽ, ഇപ്പോൾ മൊഴി മാറ്റി ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നാൽ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പെൺകുട്ടിയുടെ പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ബന്ധുക്കൾക്കെല്ലാം തന്നെ ഇത് ബോധ്യപ്പെട്ടതാണെന്നും അത് സംബന്ധിച്ച മെഡിക്കൽ വൈദ്യപരിശോധനയുടെ റിപ്പോർട്ടും കൃത്യമായി അതിനെ സാധൂകരിക്കുന്നതാണെന്നും പിതാവ് നമ്മളോട് പറയുന്നുണ്ട്. KP സുരേഷ്. ശരി, കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.